കൃത്യം 11 മണിയാകുമ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും വന്നിരുന്നു. തോഹിറാണെങ്കിൽ എല്ലാവരുടെയും കൈകളിൽ ബാഡ്ജ് അണിയിക്കാനുള്ള തിരക്കിലാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പം അവന് 2 കൈയിലും ബാഡ്ജില്ല. പിന്നെ ഞാൻ ആ മോൻ്റെ അടുത്തുനിന്ന് മാറിയില്ല, അവൻ്റെ പിന്നാലെ നടന്നു. അതെ, അവനും അവൻ്റെ ടീച്ചർമാരെ പോലെ തന്നെയാണ്. എല്ലാവരും നന്നായി കാണണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. 2026 ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ ആഘോഷിച്ചത് എൻഡോസൾഫാൻ ബാധിതരായ മക്കളുടെ ഒപ്പമായിരുന്നു കാസർഗോഡ്. മിടുക്കരായി 9 മണിയായപ്പോഴേക്കും എല്ലാവരും നവജീവൻ സ്പെഷ്യൽ സ്കൂളിലെത്തി. ത്രിവർണ്ണ കളറിൽ ആ മക്കളങ്ങ് പൊതിയപ്പെട്ടപ്പം എങ്ങനെ നമ്മളായിരിക്കുന്ന സമൂഹം അവരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നത്. ആരുടെയും അനുവാദം ചോദിക്കാതെ തോഹിർ അവന് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരുന്നു. ചെറിയ ഒരുക്കമൊന്നുമല്ല നവജീവൻ സ്പെഷ്യൽ സ്കൂൾ ഒരുങ്ങിയത്. നല്ല കളർഫുള്ളായ പ്രോഗ്രാമായിരുന്നു. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഒരു മിടുക്കൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ 2 അധ്യക്ഷന്മാരുണ്ടായി പ്രോഗ്രാമിൽ. ഞാൻ നോക്കി നിന്നു. അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിന് എണീറ്റ് പോകുമ്പം അവൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന്. അച്ഛൻ്റെ സീറ്റ് അവൻ അങ്ങെടുത്തു. ഇത് ജോസച്ചൻ, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട എൻഡോസൾഫാൻ ബാധിതരായ മക്കളെ ചേർത്ത് പിടിച്ച പുരോഹിതൻ. അച്ഛൻ സംസാരിക്കുന്നതിനിടയ്ക്കാണ് തോഹിർ ഒരു കൈയിൽ മാത്രം ബാഡ്ജില്ലാതെ കണ്ടത്. വിടാൻ പറ്റുമോ? വിട്ടില്ല. അതും കൂടെ നോക്കിയതിന് ശേഷമാണ് അവനൊരു സമാധാനമായത്. പെർഫെക്ഷൻ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്ത് ശാന്തരായിട്ടെന്നറിയാമോ ആ മക്കൾ എവിടെ ഇരുന്നത്? അതെങ്ങനെ ഇരുന്നു എന്നറിയണമെങ്കിൽ അവർ രാവിലെ അങ്ങോട്ട് കയറി വരുന്ന സീനും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ജോസച്ചനും സിസ്റ്റേഴ്സും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് ഈ മക്കളെ ഈ വണ്ടിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഇത്രമാത്രം മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും പറ്റുന്ന ഒറ്റ ഉത്തരവേ എനിക്ക് തോന്നുന്നുള്ളൂ. ദേ മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഗാഡ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളോടും അധ്യാപകരോടും മാതാപിതാക്കളോടും എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി ഇവിടെ ഒന്ന് പോകണം. വലിയ പരാതിയൊന്നുമില്ലാതെ നമ്മുടെ സാധ്യതകളെ കണ്ട് ജീവിക്കാൻ ഈ സ്ഥലം നമ്മളെ ഒരുപാട് പഠിപ്പിക്കും. ഞാൻ അവിടെ ഇരുന്ന ഒരു സമയത്തും ആരും ഒന്നിനെക്കുറിച്ചും പഴി പറഞ്ഞില്ല. മറിച്ച് പിള്ളേർക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിച്ചത്. ദയവ് ചെയ്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ മക്കൾ എന്ത് നിർഭാഗ്യവാന്മാരാണ് എന്നൊന്നും പറയരുത്. മറിച്ച് ഒരു കൂട്ടം മനുഷ്യർ വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഇടത്തിൻ്റെ പേരാണ് നവജീവൻ. അവിടെ എല്ലാവരെയും തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പ്രിയമുള്ളവരെ, നമുക്കും ഇവരുടെ കൂടെ കൂടണം, അനുഭവിക്കണം. നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും ഹൃദയത്തിൽ വന്ന് നിറയുന്ന ഫീലിങ്. സംസാരത്തിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു, എബിനെ, മക്കളെ പൊന്നുപോലെ മത്സരിച്ച് നോക്കുന്ന കുറേ സ്റ്റാഫാണ് ഇവിടെ ഉള്ളവർ. നമുക്കിവരെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാം, സമയം കൊണ്ട് സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പ്രിയമുള്ളവർ. നമ്മളെല്ലാവരും കൂടി ഒന്ന് മുന്നിട്ടിറങ്ങിയാലുണ്ടല്ലോ ഈ മക്കളും ഇവരെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യരൊന്നും ഒറ്റപ്പെട്ടു പോവുകയില്ല. നിങ്ങൾ ഈ വീഡിയോ പങ്കുവയ്ക്കണം. ഇതിൻ്റെ താഴെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. വിളിക്കണം, പോയി കാണണം, കൂടെ ഉണ്ടെന്ന് പറയണം. അന്നാറോസിൻ്റെ ഒക്കെ അത്രയും പ്രായമുള്ള പിള്ളേർ തൊട്ട് മുകളിലേക്ക് എത്ര മക്കളുണ്ടെന്നറിയാം. അവിടെ നിഷ്കളങ്കരായ സാധാരണക്കാരായ മക്കളാണ്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ വേണേൽ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. എന്താണേലും ഞാൻ അവരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. കുറച്ചും കൂടെ നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.